എല്ലാവർക്കും നമസ്കാരം. പറക്കലുള്ളത് കോഴിക്കോട് നോളജ് സിറ്റിയാണ്. ഇതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. പക്ഷേ ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടത്. കോഴിക്കോട് നോളജ് സിറ്റിയിൽ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ ഒരുക്കിയ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൂരയാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കാനും വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കിയ മനോഹരമായ കാഴ്ച. ഇതിനൊക്കെ പുറമെ ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഗതി കൂടെ ഇവിടെ പറഞ്ഞുതരാം. ഇത് അബ്ദുറഹ്മാൻ കാക്ക, നമ്മളത്തെ ഇവിടുത്തെ ക്യാൻറ്റീൻ്റെ ഇൻചാർജുള്ള ആളാണ്. ഇത് ഔഷധക്കഞ്ഞിയാണ്. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് എത്രയും പള്ളർച്ച് ഔഷധക്കഞ്ഞി കൊടുക്കും അല്ലേ? എന്നും കൊടുക്കും. എത്ര സമയം വരെ ഉണ്ട്? 9 മണി മുതൽ 11 മണി വരെ. രാവിലെ 9 മണി തൊട്ട് 11 വരെ ആര് വന്നാലും കൊടുക്കും. എത്ര വന്നാലും കൊടുക്കും. കഞ്ഞിയിലേക്ക് പിന്നെ ഉണ്ടാക്കും. എന്നും ഈ ഔഷധക്കഞ്ഞി തന്നെയാണോ അതോ വെള്ളിയാഴ്ച 500 ആക്കുള്ള ചോറ്? വെള്ളിയാഴ്ച 500 ആക്കുള്ള ചോറ്, പച്ചപ്പൂസ് ചോറ് അല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ. എന്തായാലും ഈ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നത്തെ എന്നാൽ എനിക്കൊരു പാത്രം കഞ്ഞി. 40ഓളം ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. 40ഓളം മരുന്നും ധാന്യങ്ങളും പച്ചക്കറികളും 40 ഐറ്റം ഇതിലുണ്ട്. അത്രയും ഔഷധ ഗുണമുള്ളതാണ്. കുടിച്ചു നോക്കിയാലാണ്. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ മാഷാ അല്ലാ. എന്തായാലും കുടിച്ചോട്ടെ. ഔഷധക്കഞ്ഞി കിട്ടിയിക്കണേ. ഒന്ന് വിവരപ്പ പറഞ്ഞത് സാധനം ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഔഷധക്കഞ്ഞി. എന്തായാലും ഈ വഴി പോണത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. എന്താ നിങ്ങള് പാത്രത്തിൽ ബാക്കിയാനും പാടില്ല, പാത്രം കഴുകാനും പാടില്ല. പാത്രം കഴിക്കാതെ നിങ്ങൾക്ക് തന്നാ മതി. എന്നെ ഞങ്ങള് കഴിക്കോ. എന്തായാലും താങ്ക് യു അത്രമാക്കെ, താങ്ക് യു. നിങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അതിന്റെ പുണ്യം ലഭിക്കട്ടെ. എന്തായാലും ഓക്കെ, താങ്ക് യു. ബൈ ബൈ. നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം വളരെ വിശാലമായിട്ടുള്ള ഈ ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് നന്നായി കഴിക്കാനുള്ള നല്ല വൃത്തിയുള്ള സ്ഥലം. ഈ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ ആ നിലം നമുക്ക് വൃത്തിയാക്കി കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.